എൻ്റെ ഒരു ക്രൂസിഫിക്കേഷനാണ് യഥാർത്ഥം നടന്നത്. ഇന്നലെ എല്ലാവരും പറയാം, കാരണം ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു നീതിന്യായ കോടതിയുടെ മുമ്പിൽ പരിശോധിച്ചപ്പോൾ അതിന് വേണ്ടത്ര തെളിവുകളില്ല എന്നൊരു കോടതി പറയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കെതിരായി പറയാവുന്ന എല്ലാം പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ചെയ്ത തെറ്റ് ഈ അഴിമതി പൊതുജനങ്ങളോട് പറഞ്ഞു എന്നതും പൊതുജനങ്ങളോട് പറഞ്ഞ കാര്യം ഇതിൻ്റെ നിയമപരമായ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് പരിശോധിക്കേണ്ട വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇതിപ്പോൾ കോടാനുകോടി അഴിമതി വാങ്ങിയവരെക്കാളും ഈ അഴിമതി ചോദ്യം ചെയ്ത ഞാൻ എന്തോ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ പാതകം ചെയ്ത പോലെയാണ് ഇന്നലത്തെ പല പൊതുവായിട്ടുള്ള നിരീക്ഷണങ്ങളും കാണാൻ എനിക്ക് ഇടയായത്. എനിക്കതിൽ പരിഭവമില്ല, എനിക്കതിൻ്റെ അകത്ത് പരാതിയില്ല. പക്ഷേ ഇതാണ് അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയാലുള്ള ഒരവസ്ഥ എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഒടുവിലിപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനിറങ്ങിയതുകൊണ്ട് എനിക്ക് നേരെ ഒരു 5-8 അന്വേഷണങ്ങളുണ്ട്. എനിക്ക് നേരെ വിജിലൻസ് കേസുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അത്യാവശ്യം മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി തുടങ്ങിയിരുന്ന പണിക്ക് സ്റ്റോപ്പ് മെമ്മോ ഉണ്ട്. എൻ്റെ പ്രോപ്പർട്ടീസിനെതിരെ അന്വേഷണവും കേസും നിലവിലുണ്ട്. ഇതെല്ലാം എനിക്ക് നേരെ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്, പക്ഷെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒട്ടും എളുപ്പമല്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. 100% ശരിയാണ്. പക്ഷേ ഈ ഒരു വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എന്നെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും എൻ്റെ ആത്മവിശ്വാസം തകർക്കില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും ഞാനത് ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. കാരണം സ്വാഭാവികമായിട്ടും എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ അപ്പീൽ പോകുക എന്നുള്ളതാണ്. ഈ ജഡ്ജ്മെൻറ്റിന് എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീൽ മൂവ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമതൊരു കാര്യം, പലരും ഇന്നലെ പറഞ്ഞു വിജിലൻസിൽ കേസ് കൊടുത്തത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിപ്പോയി, വിജിലൻസിൽ കേസ് കൊടുക്കരുതായിരുന്നു എന്നുള്ള ഒപ്പീനിയൻ പലരും പറഞ്ഞതായി കണ്ടു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, 100% ഈ മാസപ്പടി എന്ന് പറയുന്ന സംഭവം ഇത് അഴിമതിയാണ്. ഇത് കോർപ്പറേറ്റോ കമ്പനി ലോയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇത് പരിശോധിച്ച, ഞാൻ മാത്രമല്ല, ഇത് പരിശോധിച്ച ക്വാസി ജുഡീഷ്യൽ ഫോറംസ് എല്ലാവരും ഒപ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ഉൾപ്പെട്ടിട്ടുള്ള കറപ്ഷൻ പരിശോധിക്കേണ്ടതാണ്. കറപ്ഷൻ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരാതിയിന്മേലല്ലാതെ കറപ്ഷൻ ആംഗിൾ കൊണ്ടുവരാൻ കഴിയില്ല.